ശബരിമലയിലെ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വീണ്ടും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ വീണ്ടും നടത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊടിമരത്തിൽ ഇത്ര വലിയ ദുരൂഹതയുണ്ടോ? ആ ഹൈക്കോടതി റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെ തോന്നും. അതായത് ഒരു 27 പേരിൽ നിന്ന് പല രീതിയിലുള്ള സ്വർണം വാങ്ങിയിരിക്കുന്നു. അതിൽ 1 പവനുണ്ട്, 2 പവനുണ്ട്, 10 പവനുണ്ട്. ഇതിനൊന്നും രസീത് കൊടുത്തിട്ടില്ല. റെക്കോർഡിലുണ്ട്, പക്ഷേ രസീത് കൊടുത്തിട്ടില്ല. അത് സ്റ്റോക്കിൽ എടുത്തിരുന്നോ, അതെവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ടതാണ്. കൊടിമരത്തിൻ്റെ നിർമ്മാണം അത് ഒരു ഫീനിക്സോ അങ്ങനെ ഒരു കമ്പനിയാണ് അത് കംപ്ലീറ്റ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ എന്തിന് സാധാരണ ഭക്തന്മാരിൽ നിന്ന് സ്വർണം വാങ്ങി? ഇപ്പോൾ സ്വർണം ശബരിമലയിൽ പല രീതിയിൽ ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കും, ഒരു വഴിപാട് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഈ കൊടിമരത്തിനായിട്ട് എന്ന് പറഞ്ഞ് ആൾക്കാർ സ്വർണം കൊണ്ടുവരുമ്പോൾ അത് വാങ്ങുന്നില്ല. അത് മൊത്തം ഫീനിക്സിൻ്റെ ഇതാണ് എന്ന് പറയേണ്ടതായിരുന്നു. ജനറൽ കാണിക്കയിൽ ഇത് ചേർക്കാം എന്നുള്ളതല്ലാതെ കൊടിമരത്തിനായിട്ട് എന്ന് പറഞ്ഞ് വാങ്ങാൻ പാടില്ല. ഇനി അഥവാ വാങ്ങുകയാണെങ്കിൽ അത് ഉപയോഗിക്കുകയും വേണം. ഇങ്ങനെ കുറേയധികം ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ വിജിലൻസ് കണ്ടു. വിജിലൻസ് അത് ഹൈക്കോടതിയിൽ പറഞ്ഞു. ഹൈക്കോടതിക്ക് പ്രൈമ ഫേസി ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഹൈക്കോടതി വിജിലൻസിനോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുക, എന്തൊക്കെയാണെന്ന് സംഭവിച്ചതെന്ന് അന്വേഷിക്കുക. വിജിലൻസ്, ഇതാണ് ഹൈക്കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, വിജിലൻസ് പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള ആളോ സംവിധാനമോ ഇല്ല. ഇപ്പം തന്നെ ഒരുപാട് കേസുകൾ ഞങ്ങൾ അന്വേഷിക്കുന്നു. ആടിയ ശേഷം നെയ്യ്, അപ്പം, അരവണ, മറ്റൊരുപാട് ക്രമക്കേടുകൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആളില്ല, അതിനുള്ള സംവിധാനമില്ല. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയലെല്ലാം വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുക. വിജിലൻസ് ഡയറക്ടർ അത് പരിശോധിച്ചിട്ട് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് 30 ദിവസത്തിനകം ഞങ്ങൾക്ക് തരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ആളില്ല, സംവിധാനം നമുക്കുണ്ടാക്കാം. ഏതായാലും ആദ്യം ഈ കാര്യം ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് വിജിലൻസ് ഡയറക്ടർക്ക് ഫയൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും ആയിരിക്കില്ല. അത് ഈ കൊടിമരത്തുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സകല ആക്ടിവിറ്റിയുടെ സകല ഫയലുകളും വിജിലൻസ് ഡയറക്ടർക്ക് അറിയിച്ചിട്ട് അദ്ദേഹം നേരിട്ടിത് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ ഒഴിച്ച് ബാക്കി 2 പേര് കോൺഗ്രസ്സുകാരായിരുന്നു. ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ, മറ്റേത് അജയ് തറയിൽ. മാത്രമല്ല അപ്പോൾ അവരുടെ കൂടെ അവരുടെ പരിവാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, എല്ലാം കോൺഗ്രസ്സുകാരായിരിക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ എൻ വാസു, പത്മകുമാർ ഇവരൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ ഒരു 2 കോൺഗ്രസ്സുകാരെയും കൂടെ പിടിച്ച് ജയിലിലിട്ടാൽ പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി. അജയ് തറയിലിനെങ്കിലും ജയിലിൽ കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാലൻസ് ആകും ഈ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക, 2017 കൊടിമരത്തിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിക്കാൻ തുടങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ബാലൻസിങ്ങിനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മറ്റവർ പറയുന്നത് ഞങ്ങൾ LDF പറയും ഞങ്ങളിതിലൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് വിജിലൻസും SIT ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ പെട്ടാൽ പെട്ടു, കോൺഗ്രസ്സുകാർ പെട്ടാൽ പെട്ടു. അപ്പോൾ കോൺഗ്രസ് വിടുമ്പോൾ അതിനകത്ത് കള്ളത്തരവും, കമ്മ്യൂണിസ്റ്റുകാർ വിടുമ്പോൾ SIT കൊള്ളാം എന്ന് പറയുന്നത് ശരിയാണ്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ചോദ്യം. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അല്ല, ശരിക്കും ഈ കൊടിമരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ സ്ഥാപിക്കുന്നതിനകത്ത് വലിയ കൊള്ള നടക്കുന്നുണ്ടോ? ഉണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ, ഒരുപക്ഷെ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കൊടിമരം വലിയൊരു വരുമാന മാർഗമാണ്. അത് ദേവസ്വം ബോർഡിനും അതെ, ക്ഷേത്രോപദേശക സമിതികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും ഇതിൽ വലിയ വരുമാന മാർഗമാണ്. നേരെ നിൽക്കുന്ന കൊടിമരം പൊളിച്ച് രണ്ടാമത് പണി, ഒരു ദേവപ്രശ്നം വയ്ക്കും, അല്ലെങ്കിൽ ജ്യോത്സ്യം വയ്ക്കും, താമ്പൂല പ്രശ്നം വയ്ക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത്
ഈ കൊടിമരം മാറ്റണമെന്ന് അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ കാശി വരവ് ബഹളം സംഗതി വയ്ക്കാം. അങ്ങനെ പല ക്ഷേത്രങ്ങൾ, ഏറ്റുമാനൂർ അങ്ങനെ മാറ്റിയതാണ്, ശബരിമല അങ്ങനെ മാറ്റിയതാണ്. ശബരിമലയിലെ കൊടിമരം മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശബരിമലയിൽ കൊടിമരം വയ്ക്കുന്നത് 1984, 85 ആ കാലഘട്ടത്തിലാണ്, 85-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനു മുമ്പ് ശബരിമലയിൽ കൊടിമരമില്ല. ഇത് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ എന്നെ തല്ലാൻ വരും. അവർക്ക് ഈ ശബരിമല എന്ന് പറഞ്ഞാൽ ഈ 2018 സുപ്രീം കോടതിയുടെ വിധി വന്ന ദിവസം ജനിച്ച ഒരു അമ്പലമാണ് ശബരിമല. അതിന് പുറകോട്ട് ശബരിമലയ്ക്ക് ചരിത്രം ഇല്ല എന്നവർ കരുതുന്നു. അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ പറയുന്ന ചരിത്രം അങ്ങനെയല്ല. ശബരിമല എന്ന് പറയുന്നത് ശ്രീകോവിൽ മാത്രമുള്ള ഒരു ക്ഷേത്രമായിരുന്നു, കുറഞ്ഞ പക്ഷം 84 വരെ. അപ്പോൾ ബാക്കി ഇപ്പം നമ്മൾ കാണുന്ന ആ എക്സ്റ്റൻഷൻസ് ഒക്കെ പിന്നീട് ഉണ്ടാക്കിയതാണ്. 85, 84 അല്ലെങ്കിൽ 85 കൊടിമരം വെച്ചു എന്ന് വയ്ക്കുക. 85 കൊടിമരം 2016 ആകുമ്പോൾ ദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വർഷം നിന്നു അത്? 85, 15, 10, 25, 6, 31 വർഷം. വെറും 31 വർഷമേ നിൽക്കുകയുള്ളൂ ഒരു കൊടിമരം. കൊടിമരം എന്ന് വെച്ചാൽ എന്താ വിചാരിച്ചത്? സിനിജി, ഈ തേക്കിൻ്റെ തടിയുണ്ട്, ഏറ്റവും നല്ല സ്ട്രെയിറ്റായ തേക്കിൻ്റെ തടി കാട്ടിൽ പോയി ഐഡൻറ്റിഫൈ ചെയ്ത് തച്ചുശാസ്ത്രം അറിയാവുന്ന ആശാരി പോയി നോക്കിയിട്ട് കേടില്ല എന്ന് ഉറപ്പ് വരുത്തി ആളെ മുകളിൽ കയറ്റി അവിടെ മുട്ടി നോക്കി അകത്ത് കേടുവന്ന മരമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് ശാസ്ത്രവും നേരമൊക്കെ നോക്കിയിട്ട് മുറിച്ച് അത് കൊണ്ടുവന്ന് തൈലത്തോണിയിലിട്ട്, എണ്ണത്തോണിയിൽ ഇട്ട് വയ്ക്കും. 1 മാസമോ 2 മാസമോ മറ്റോ മുങ്ങിക്കിടക്കുന്നത് എണ്ണയിൽ. എന്നിട്ടത് പുറത്തെടുത്ത് ഉണക്കി, അതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഭൂമി വെട്ടുമ്പോൾ ഭൂമി മുട്ടരുത്. ഈ തേക്ക് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, വളരെ സ്ട്രോങ് ആയ തടികളിൽ പെട്ടതാണ് തേക്ക്, ഈട്ടി, ആഞ്ഞിലി. അപ്പോൾ ഈ പഴയ ആശാരിമാർ പറയും, ആഞ്ഞിലിയുടെ കാതിൽ പൂതലിച്ചാലും തേക്കിൻ്റെ ഇളന്തല പച്ച വിടുകയില്ല. അതായത് ആഞ്ഞിലിയുടെ കാതിൽ പൂതലിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഴയതായി ഉറഞ്ഞു പോകുമല്ലോ, തടി ഇങ്ങനെ വെയിലും മഴയും കൊണ്ട്. പഴയ വീടുകളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വീട്, അതിൻ്റെ ഉത്തരവൊക്കെ നല്ല തടിയായിരിക്കും. പക്ഷേ മഴ വെയിൽ, മഞ്ഞൻ വെയിൽ ഇങ്ങനെ ഇത് കൊണ്ട് അതിങ്ങനെ ദ്രവിച്ച്, അതാണ് പൂതലിക്കുക. അപ്പോൾ ആഞ്ഞിലിയുടെ കാതിൽ പൂതലിച്ചാൽ പോലും തേക്കിൻ്റെ ഇളം തല, മുത്തതല്ല, തേക്കിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കഷ്ണം, അത് പച്ച വിടുകയില്ല. അത് അപ്പോഴും ഉളി കൊണ്ട് കൊത്തിക്കഴിഞ്ഞാൽ അപ്പോഴും പച്ച തടിയായിരിക്കുന്നത്. ഇതാണ് തേക്കിൻ്റെ ഗുണം. അതുകൊണ്ടാണ് ആ തേക്ക് ദ്രവിച്ചുപോയി, ചെതലെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടിമരം പൊളിക്കുന്നത്. കൊടിമരം പൊളിച്ചു കഴിയുമ്പോൾ പറയുന്നു, കൊടിമരത്തിൻ്റെ അടിഭാഗം കുറച്ച് മുകളിലേക്ക് വരെ കോൺക്രീറ്റ് ആയിരുന്നു ആ കൊടിമരം, പിന്നെ ബാക്കിയാണ് തടി. അതെന്ത് കൺസ്ട്രക്ഷനാണ്, അത് തച്ചുശാസ്ത്രപ്രകാരം അനുവദനീയമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ബാക്കി തടി മാത്രം ദഹിപ്പിക്കുകയും കോൺക്രീറ്റ് തല്ലിപ്പൊട്ടിച്ച് വെള്ളത്തിലൊഴുക്കി കളയുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ആർക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ആ കൊടിമരം, അന്ന് വെച്ച കൊടിമരം 31 വർഷത്തിനകം പൊളിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ പൊളിക്കാൻ തീരുമാനിച്ചു, അത് ദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൊത്തത്തിൽ ആ കൊടിമരത്തെ ചുറ്റി ഒരു ദുരൂഹതയുണ്ട്. ആ കൊടിമരം മാത്രമല്ല, ഏകദേശം എല്ലാ കൊടിമരങ്ങളും ധ്വജപുനഃപ്രതിഷ്ഠ എന്ന് പറഞ്ഞ് എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ക്രമക്കേട് പുറത്തു വരും. കാരണം പഴയ കൊടിമരങ്ങൾ സത്യസന്ധമായിട്ടാണ് അവർ ചെയ്തിരുന്നതും അതിനൊന്നും ഒരു തരക്കേടും വരികയില്ല. കേരളത്തിൽ ഭൂചലനം ഉണ്ടാവാറില്ല, ഉണ്ടായ ചരിത്രമില്ല. 1300 കിലോമീറ്റർ ഭൂചലനം ഉണ്ടായി എന്നൊക്കെ പറയും. കൊടുങ്കാറ്റില്ല, കാറ്റുണ്ട്, പക്ഷെ ചുഴലിക്കാറ്റ് ആ രീതിയിൽ ഈ ഉയർന്നു നിൽക്കുന്ന കൊടിമരത്തെ പിടിച്ചൊലയ്ക്കാനുള്ള ശക്തി ഉള്ള കാറ്റില്ല.
അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റൊക്കെ മറിഞ്ഞു വീഴുന്നില്ല. ഉണ്ട്, അത് ദുർബലമായതുകൊണ്ടാണ്. മാത്രമല്ല കമ്പി വലിച്ചൊക്കെ കെട്ടിയിരിക്കുകയാണ്, വേറൊരു സ്ട്രക്ചറാണ്. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ അതിന് താഴെ ഉറപ്പിച്ച് അങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു പോസ്റ്റ് അല്ല ഇലക്ട്രിക് പോസ്റ്റ്. അതുകൊണ്ടാണ് അതൊക്കെ കാറ്റത്ത് പെട്ടെന്ന് പടപടയെന്ന് വീഴുന്നത്. ഇത് വീഴാൻ പാടില്ലാത്തതാണ്, ചെതലരിക്കാൻ പാടില്ലാത്തതാണ്, നാശമാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആയിന്നവർ പറഞ്ഞു, എല്ലാവരും കൂടെ പൊളിച്ചു, പുതിയത് പണിഞ്ഞു, ഇപ്പോൾ കോൺട്രവേഴ്സിയിലായി. അപ്പം നല്ല കൊടിമരം അവിടെ നിന്നതിന് ശേഷം ഒരു കാര്യമില്ലാതെ മാറ്റുന്നു, എന്നിട്ട് പുതിയ വെക്കുന്നു. അപ്പോൾ ഒരു വ്യാജ കൊടിമരം നിർമ്മിക്കുന്നതിന് തുല്യമായില്ലേ അത്? വ്യാജ കൊടിമരമല്ല, കൊടിമരം അറിയുന്നതാണ്, അനാവശ്യമായൊരു നിർമ്മിതിയാണ്. അതിൽ പലർക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ കാര്യം. ഇപ്പോൾ ഒരമ്പലത്തിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, പുനഃപ്രതിഷ്ഠ, മൂലബിംബം പുനഃപ്രതിഷ്ഠിക്കുക, അതിന് പകരം ബിംബം ഉണ്ടാക്കി, ഇതിനെ ബാലാലയം ഉണ്ടാക്കി അങ്ങോട്ട് ആവാഹിച്ച് മാറ്റി പുതിയ റെഡിയാക്കി പിന്നെ തിരിച്ചാക്കി, അങ്ങനെയൊക്കെ ചെയ്ത് ആ വലിയ പരിപാടിയാണ്. നമ്പർ 2 ആണ് ഈ കൊടിമരം. പിന്നെ ബാക്കി മരാമത്ത് പണികൾ, ഗോപുരം പണിയുക, മതിൽ പണിയുക, അങ്ങനെ ഇങ്ങനെ ചെയ്യുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മരാമത്തിന് ഓഡിറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും 10 വർഷം മുമ്പുള്ളതാണെങ്കിലും ഇങ്ങനെ ഓഡിറ്റ് ചെയ്യും. 10 വർഷം പെൻഡിങ് ആയിരിക്കും ഓഡിറ്റ്, 7-8 വർഷമൊക്കെ പെൻഡിങ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓഡിറ്റ് പെൻഡിങ് കിടക്കും. പക്ഷേ ഓഡിറ്റ് ഉണ്ട്. മരാമത്ത് പണിക്ക് ഓഡിറ്റില്ല. ആ ഒരു കണക്കെഴുതി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്താൽ കഴിഞ്ഞു. അപ്പോൾ ഈ മരാമത്ത് പണി ചെയ്യാൻ ദേവസ്വം ബോർഡിന് വലിയ ഉത്സാഹം. അതിന് ചെക്കിങ് ഇല്ല. അതാണ് കൊടുത്ത കണക്ക്. ഞാനൊരു കണക്ക് തരും, സിനിജി അക്സെപ്റ്റഡ് എന്ന് പറയും. അപ്പോൾ എൻ്റെയും പോക്കറ്റിൽ കാശ് വീഴും, സിനിജിയുടെ പോക്കറ്റും കാശ് വീഴും. അതുകൊണ്ട് അത്തരം പണികൾ ചെയ്യാൻ ഉത്സാഹം കൂടുതലാണ് ദേവസ്വം ബോർഡ്. ഈ ശബരിമല കൊടിമരത്തിൽ വാജിവാഹനം ഈ തന്ത്രി കൊണ്ടുപോയി സംബന്ധിച്ചുള്ള ഒരു വിവാദമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശബരിമല കൊടിമരം വിൽക്കുകയല്ലേ ചെയ്തത്? കാരണം ഈ വാജിവാഹനം തന്നെ എത്രയോ സ്ഥലത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉയർന്നല്ലേ ഈ സിനിജി. വാസ്തവത്തിൽ വാജിവാഹനം റീയൂസ് ചെയ്യാം. പഴയ കൊടിമരത്തിലെ വാജിവാഹനം പുതിയ കൊടിമരത്തിൽ വയ്ക്കാം എന്നാണ് കുഴിക്കാട്ട് പച്ചയിൽ പറഞ്ഞിരിക്കുന്നത്. തന്ത്രസമുച്ചയത്തിൻ്റെ സിമ്പിൾ മലയാള തർജ്ജമയാണ് കുഴിക്കാട്ട് പച്ച. സിമ്പിൾ മലയാളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കത് കോംപ്ലിക്കേറ്റഡ് മലയാളമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് സിമ്പിൾ മലയാളം. ആ കുഴിക്കാട്ട് പച്ച എൻ്റെ ഉണ്ടാകരുത്. ഞാനതിൽ നോക്കി, അതിൽ വാജിവാഹനം വീണ്ടും പുതിയ കൊടിമരത്തിൽ വയ്ക്കാനായിട്ട് അത് പഴയ കൊടിമരത്തിൽ നിന്ന് ആവാഹിച്ച് അമ്പലത്തിനുള്ളിൽ കൊണ്ടുപോയി വയ്ക്കുക. പുതിയ കൊടിമരം തീർന്നു കഴിയുമ്പോൾ, റെഡിയായി കഴിയുമ്പോൾ ഇത് പിന്നെയും കൊണ്ടുപോയിട്ട് മുകളിൽ വെച്ച് ആവാഹനം, അത് ഇതൊക്കെയുണ്ട്. ഉദ്വസനം, ആവാഹനം, ഈ 2 വാക്കുകളാണ് അതിൽ. ഉദ്വസനം എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റുക, ആവാഹനം എന്ന് വെച്ചാൽ കൊണ്ടുവന്നിരുത്തുക. ഈ 2 പ്രക്രിയകൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കുഴിക്കാട്ട് വെച്ച്. മൂലബിംബമാണ് കേടാകുകയോ പൊട്ടിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, മൂലബിംബം കല്ലിൻ്റെ ആണെങ്കിൽ അത് വെള്ളത്തിലൊഴുക്കി കളയണം. മരത്തിൻ്റെ ആണെങ്കിൽ ദഹിപ്പിക്കണം. ലോഹത്തിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല കുഴിക്കാട്ട് വെച്ച്. വാജിവാഹനം ലോഹത്തിൻ്റെ ആണ് എന്ന സങ്കല്പത്തിലാണ് കുഴിക്കാട്ട് പച്ചയിൽ എഴുതിയിരിക്കുന്നത്. കാരണം വാജിവാഹനം എന്ന് പറയുന്നത് കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിൽ, അവിടെ പ്രതിഷ്ഠ ഏതാണോ അതിൻ്റെ വാഹനമാണ് കൊടിമരത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നത്. ഇപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഗരുഡനായിരിക്കും കൊടിമരത്തിന് മുകളിൽ, ശിവനാണെങ്കിൽ ഋഷഭം കാളയായിരിക്കും, സുബ്രഹ്മണ്യനാണെങ്കിൽ മയിലായിരിക്കും മുകളിലിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ് എന്നുള്ള സങ്കല്പത്തിൽ കുതിരയെ വെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അയ്യപ്പൻ്റെ വാഹനം കുതിരയല്ല, പുലിയാണ്. അതെന്ത് വാങ്ങിക്കുണ്ട്, ചരിത്രത്തിൽ ഇങ്ങനെ പല കുഴമറിച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വാജിവാഹനം എന്ന് പറയുന്നത് കല്ലുകൊണ്ടായിരിക്കില്ല, തേക്കിൻ്റെ തടി കൊണ്ട് പണിഞ്ഞിട്ട് ചെമ്പ് പറയൊക്കെ ഇറക്കി അതിന് മുകളിൽ കല്ലുകൊണ്ടൊരു സാധനം വയ്ക്കില്ല, മരം കൊണ്ടും വയ്ക്കില്ല. കാരണം കൊടിമരം പുറത്ത് നിൽക്കുന്നതാണ്. മരം കാറ്റും മഴയും ഏറ്റു കഴിഞ്ഞാൽ ദ്രവിക്കാൻ തുടങ്ങും. ഈ കൊടിമരത്തിന് തന്നെ ചെമ്പിൻ്റെയോ സ്വർണത്തിൻ്റെയോ പറയിറക്കുന്നത് കാലാവസ്ഥയിൽ നിന്ന് കൊടിമരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കയ്യിൽ കാശുണ്ട്
അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം എൻവയൺമെൻറ്റ്. അപ്പോൾ മുകളിൽ വയ്ക്കുന്ന വായുവാഹനവും അതുപോലെ തന്നെ ലോഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദ്രവിച്ചോ പിടിച്ചോ പോകും. കല്ലാണെങ്കിൽ അതവിടെ സ്യൂട്ടാകുകയുമില്ല. അപ്പോൾ ലോഹത്തിൻ്റെയാണ് വായുവാഹനം. അതുകൊണ്ട് ലോഹത്തിൻ്റെ വായുവാഹനത്തെപ്പറ്റി മാത്രമേ കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നുള്ളൂ. ഇവർ ചെയ്യുന്നത് ഈ തന്ത്രസമുച്ചയത്തിലെ ഒരു ശ്ലോകം, തന്ത്രസമുച്ചയത്തിൽ ഈ മൂലബിംബത്തെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് അതേ ശ്ലോകം വായുവാഹനത്തിനും അപ്ലൈ ചെയ്തിട്ടാണ് വായുവാഹനം തന്ത്രിക്കുള്ളതാണെന്നൊക്കെ പറയും. വാസ്തവത്തിൽ വായുവാഹനം എന്നല്ല ഒരു സാധനവും തന്ത്രിക്കുള്ളതായിട്ട് കുഴിക്കാട്ട് പച്ചയിൽ പറയുന്നില്ല. മൂലബിംബവും തന്ത്രിക്കുള്ളതല്ല, വാഹനവും തന്ത്രിക്കുള്ളതല്ല. തന്ത്രിക്ക് എന്തെങ്കിലും ഉള്ളതായിട്ട് കുഴിക്കാട്ട് പച്ചയിൽ പറയുന്നില്ല. തന്ത്രി എന്നുള്ള വാക്ക് തന്നെയില്ല. ആചാര്യൻ, ഗുരു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്ത്രി തന്നെ ആണ് കേട്ടോ, അർത്ഥം അത് തന്നെയാണ്. പക്ഷെ തന്ത്രി എന്നുള്ള വാക്കില്ല. അത് പിൽക്കാലത്തുണ്ടായ വാക്കായിരിക്കണം തന്ത്രി. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഈ കൊടിമരം ഒരു തട്ടിപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കൊടിമരം തട്ടിപ്പല്ല, പക്ഷെ കൊടിമരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് തട്ടിപ്പ് നടന്നു എന്ന് സംശയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.